സ്ഥിതി വളരെ മോശമായിട്ട് ഈ പ്രൊമോഷന് വരാനുള്ള കാരണം എന്താണ്? ഇത് പ്രൊമോഷണൽ ടിപ്സ് ആയിട്ടാണ്. അതായത് ഇത് ഔട്ട് ചെയ്യുമ്പോൾ പ്രേക്ഷകരുടെ ഡെയിലി ഒരു സെന്റിമെന്റൽ വർക്ക്ഔട്ട് അങ്ങനെയാ. ഒരു കാര്യം ചെയ്യും എന്റെ മോനെ നീ ഒരു കാര്യം ചെയ്യും. എന്റെ എക്സ്റേ ഓൾറെഡി ഞാൻ എടുത്തോണ്ടില്ല. നീ ഒരു പിച്ചാത്തി വെട്ടുകത്തി ഉണ്ടെങ്കിൽ ഇതൊന്ന് അറുത്ത് വെട്ടി മുറിച്ചിട്ട് എന്റെ കാലിന്റെ വീഡിയോ എടുക്കും. ഇത് ശരിയാണെങ്കിൽ മാത്രം ഇപ്പോഴത്തെ ചില താരങ്ങൾ കാണിച്ചു ബിഗ് ബോസിലുള്ള നിങ്ങളുടെ ചില ആർട്ടിസ്റ്റുകൾ കാണിക്കുന്ന പോലെയുള്ള ഉഡായിപ്പല്ല ഈ സാധനം. ഇതെന്ന് പറയുന്ന ഒറിജിനൽ ആണെന്ന് ഞാൻ നിങ്ങളെല്ലാം കണ്ടു കാണും. നമ്മുടെ ജോമോൻ ജോഷിയും ദാസേട്ടൻ കോഴിക്കോടും കൂടെ കുറച്ച് നാളിന് മുമ്പ് എന്നെ ചുമന്നുകൊണ്ട് ഒരു ലൊക്കേഷനിൽ നിന്ന് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? കണ്ടില്ലേ? സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഒരുപാട് പേര് കണ്ടു ഇങ്ങനെ തോന്നുന്നത്. അത് തൃശ്ശൂർ ആ ഷൂട്ട് നടന്ന സമയത്താണ്. ഇത് ഉണ്ടായ സമയത്തും വരാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പ്രത്യേകതയുണ്ട്. അതെനിക്ക് അഭിമാനത്തോടെ പറയാം. ഞാൻ നല്ല നന്ദിയുള്ള ജർമ്മൻ ഷെപ്പേർഡ് അല്ലെങ്കിൽ അൽസേഷ്യൻ പട്ടിയെ പോലെയുള്ള ഒരു നല്ല പട്ടി എന്ന് പറയുന്ന ആളാണ്. ഞാൻ എപ്പോഴും എന്നെ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഖുർആൻ ഉൾപ്പെടെയുള്ള വേദഗ്രന്ഥങ്ങൾ പറയുന്നു ജനങ്ങളിൽ അധികം പേർക്ക് നന്ദിയില്ല എന്ന്. പക്ഷെ എനിക്ക് നന്ദി കുറച്ച് കൂടുതലാണ്. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ചെയ്ത ആദ്യത്തെ പടമാണ് സ്വപ്നസുന്ദരി എന്ന് പറയുന്ന പടം. 2, എൻ്റെ ഇനിയുള്ള ചോറ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് സിനിമ ഇൻഡസ്ട്രിയിലാണ്. ഞാൻ ഒടിഞ്ഞു കിടന്നത് കഴിഞ്ഞ മാസം 12-ാം തീയതി തൃശ്ശൂർ ഷൂട്ടിങ്ങിൽ വെച്ച് എനിക്ക് പറ്റിയ ആക്സിഡന്റ് സോഷ്യൽ മീഡിയയിലുള്ള പലരും അറിഞ്ഞതാണ്. എനിക്ക് വേണമെങ്കിൽ വീട്ടിൽ കിടന്നാൽ മതി, ഒരാഴ്ച കൂടെ ഉണ്ട്, 60 ദിവസം 2 മാസമാണ് റെസ്റ്റ് പറഞ്ഞേക്കുന്നത്. ഇപ്പം ഇന്ന് എത്ര 48-50 ദിവസമോ അടുത്ത ആഴ്ചയാകുമ്പോൾ പ്ലാസ്റ്റർ എടുക്കാൻ പറ്റും. അപ്പോഴത്തേക്ക് സിനിമ കഴിഞ്ഞു പോകും. അപ്പം എനിക്ക് ഒരു വിധമെങ്കിലും ഇവിടം വരെ എത്താൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. കഴിഞ്ഞ ആഴ്ച പറ്റിയില്ല. ഷെജിൻ എന്നെ കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പം ഞാൻ വീഡിയോ കോളിലൂടെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞ് ഒരു 45 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് കാലൊന്ന് അമർത്താവൂ എന്ന് വെച്ചു. അപ്പം ഇദ്ദേഹം ഇവിടെ നിന്ന് വണ്ടി വിട്ട് ഇന്നലെ ഇവിടെ നിന്ന് വണ്ടി വിട്ട് ഇന്ന് ആദ്യം പറഞ്ഞത് ഇന്ന് രാവിലെ കാറ് ട്രിവാൻഡ്രത്തേക്ക് വിട്ടിട്ട് അവിടെ നിന്ന് ഇന്നോവ അവിടെ വിട്ടിട്ട് അവിടെ നിന്ന് എന്നെ എടുത്ത് കൊണ്ടുവരും. പക്ഷെ ഇവിടെ ഇന്ന് രാവിലെ വരുമ്പോൾ ഈ റോഡ് കാരണം ബ്ലോക്ക് കാരണം നിങ്ങൾക്ക് സമയത്തിന് എത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്നലെ തന്നെ രാത്രി വന്ന് YMCAയിൽ റൂം എടുത്ത് അവിടെ കിടന്നിട്ട് ഇന്ന് ഈ നിങ്ങളുടെ പരിപാടി അല്ലെങ്കിൽ ഈ പ്രൊമോഷന് വേണ്ടി നമ്മുടെ ഇതിലേക്ക് വന്നപ്പോൾ എൻ്റെ ആത്മാർത്ഥയെ നീ വെറും പുറംകാലം കൊണ്ട് ചവിട്ടി തേച്ച് കളഞ്ഞല്ലടാ മോനെ. ഒന്ന് ആലോചിച്ചു പോയിരിക്കണം. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ആത്മാർത്ഥയോടെ പെരുമാറുന്ന പലർക്കും പലപ്പോഴും വിലയില്ലാതെ അവർ അഭിനയമാണോ എന്ന ചോദ്യം അഭിനയമാണോ എന്നുള്ള ചോദ്യമാണ് ചിലർ ചോദിക്കാൻ സാധ്യതയുള്ളത്. നീ അത് ചോദിച്ചത് കൊണ്ട് ഐ ലവ് യുടാ, സത്യമാണ്. അത് പറയും. അതങ്ങനെ സാത്താന്റെ സന്തതികൾ കുറെ എണ്ണം എല്ലായിടത്തും ഉണ്ട്. ദൈവത്തിന്റെ സന്തതികളും ഉണ്ട്, സാത്താന്റെ സന്തതികളും ഉണ്ട്. അതുകൊണ്ട് നല്ലത് ചെയ്താൽ കുറ്റം പറയുന്നവരും ഉണ്ട്, മോശം ചെയ്താൽ നല്ലത് പറയുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അല്ലേ? 5 പേരിലും 5 പോലെയല്ലേ? പക്ഷെ ഇത് സത്യമാണ്. പിന്നെ രജിതേട്ടനെ സംബന്ധിച്ച് കഴിഞ്ഞ 18 വർഷം കൊണ്ട് കൃത്യം ഇപ്പം ബിഗ് ബോസിന്റെ ഓരോന്ന് പറയുന്നത് ഞാൻ ലക്ഷങ്ങൾ കൊടുത്ത് പ്രൊമോഷൻ അന്ന് സീസൺ 2 നടത്തിയിട്ടുണ്ടായിരുന്നു. ചുമ്മാ ഓരോ ഗുണ്ട് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമുണ്ട്? ഉണ്ട്. എന്താ പ്രൊമോഷൻ പോലും അറിഞ്ഞുകൂടാത്ത കാലത്താണ്. നമ്മളോട് വിരോധമുള്ളവർക്ക് നമ്മൾ അത് തന്നെ. ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് നമ്മുടെ റിയൽ ലൈഫ് പോലെയുള്ള സംഭവമാണ്. ഈ സിനിമയിൽ അസൂയുള്ളവർക്ക്, സ്വപ്നസുന്ദരി സിനിമയിൽ അസൂയുള്ളവർക്ക് അതിനകത്ത് തെറ്റും കുറ്റവും കണ്ടുപിടിക്കും. ഇപ്പൊ സീസൺ 2 നമുക്ക് കമ്പയർ ചെയ്ത് നോക്കിയാൽ സീസൺ 2 നമ്മൾ കണ്ടാണ് നമ്മുടെ അനിമോള് കിടന്നപ്പം നെവിൻ ഒരല്പം വെള്ളം സ്പ്രേ ചെയ്തു. അപ്പൊ അതിൽ ആദ്യം പറഞ്ഞ എന്താ, ഞാനും ഇതുപോലെ പലരുടെയും സ്പ്രേ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർക്കൊക്കെ എന്നെ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് സ്പ്രേ ചെയ്തു. അപ്പം നമുക്ക് ഇഷ്ടമുള്ളവർ എന്തെങ്കിലും ചെയ്താൽ നമുക്കൊരു കുഴപ്പം. ഈ ഇരിക്കുന്ന ആർട്ടിസ്റ്റ് ഞാൻ ഇങ്ങനെ സ്നേഹത്തോടെ അടിച്ചു, അവർക്ക് എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ പീഡിപ്പിച്ചെന്ന് വിളിച്ചു പറഞ്ഞു, ശരിയല്ലേ? പക്ഷെ ഞാൻ സ്നേഹത്തിലുള്ള കമ്പനിയിലുള്ള ആളാണെങ്കിൽ ഞാനൊന്ന് തട്ടിയാലും ഇവിടെ തട്ടാൻ പറ്റില്ല. ഇവിടെ തട്ടി ഞാൻ മെഡിക്കൽ കോളേജ് പോകണം. അപ്പൊ ഞാൻ ഈ ഒരു തട്ടുമ്പോൾ ഇത് ഡിപ്പെൻസ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ റിലേഷൻഷിപ്പ് അനുസരിച്ചിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇഷ്ടമുള്ളവർ ചെയ്താൽ കുഴപ്പമില്ല, ഇഷ്ടമല്ലാത്ത ആളാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ വമ്പൻ പ്രശ്നങ്ങളാക്കി മാറ്റുക. അത് എല്ലാ സീസണിലും ഉള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും സത്യസന്ധമായി കഴിഞ്ഞ 18 വർഷം കൊണ്ട് വേദം പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും മാർഗത്തിലാണ് നടക്കുന്നത്. അന്യർക്ക് ദോഷം ഉണ്ടാകുന്നതും മറ്റുള്ളവരെ പറ്റിക്കുന്നതുമായിട്ടുള്ള ഒരു കള്ളത്തരവും ചതിയും ചെയ്യാറില്ല. കാരണം എനിക്ക് എൻ്റെ ക്രെഡിബിലിറ്റി വളരെ പ്രധാനപ്പെട്ടാണ്. നാളെ ഞാൻ കാണിച്ചതും പറഞ്ഞതും തെറ്റാണെന്ന് നിങ്ങളിൽ ഒരാളെങ്കിലും, നിങ്ങൾ സോഷ്യൽ മീഡിയയാണ്, നിങ്ങൾ എവിടെയും കൊണ്ടുപോയി ക്യാമറ വെച്ച് കാണും, ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതോടെ എൻ്റെ വില പോയി, എൻ്റെ അഡ്രസ്സ് പോയി, എന്നെ വിശ്വാസമില്ല. പക്ഷെ ഇന്ന് ലക്ഷക്കണക്കിന് പല രാജ്യങ്ങളിലെ മലയാളി സഹോദരങ്ങൾ, UAE, GCC, US, നമ്മുടെ എല്ലാ രാജ്യങ്ങളിലുള്ള മലയാളി പ്രവാസികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പേർക്ക് ഞാൻ പറയുന്ന വാക്ക് ശരിയാണെന്ന് വിശ്വാസമുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ്. ഞാൻ ഇതുവരെയും വീഡിയോ പ്രൊമോഷൻ ബിഗ് ബോസിനെ ബേസ് ചെയ്ത് എൻ്റെ ഫേസ്ബുക്കിലൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ 3 ആഴ്ച കൊണ്ട് ഞാൻ ഇടാൻ തുടങ്ങിയപ്പം ആദ്യം
തെറിവിളി കൂടുതലായിരുന്നെങ്കിൽ, ലൈക്ക് കുറവായിരുന്നെങ്കിൽ, ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം വളരെയധികം കൂടി. അതുപോലെയാണ് ഈ സ്വപ്നസുന്ദരി സിനിമ എന്ന് പറയുന്നത്. ഇപ്പൊ കുറ്റം പറയും കുറെ പേര് വന്നിട്ട്, അതിനകത്ത് അങ്ങനെയാണ്, അതിനകത്ത് വലിയ പൈസ ഇല്ല, അതിനകത്ത് ചെറിയ ആർട്ടിസ്റ്റുകളാണ്, അതിനകത്ത് വലിയ ചിക്കൻ ബിരിയാണി അങ്ങനെയുള്ള സംഗതി, അല്ലെങ്കിൽ ഫ്രൈ, അങ്ങനെ കുറ്റം പറയാൻ എല്ലാവരും ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു സിനിമയായി ഇറക്കി അത് നിങ്ങളുടെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി ഇവരെല്ലാം പ്രവർത്തിച്ച കഷ്ടപ്പാട് എത്രയെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വിലമതിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് മുകളിലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സത്യമാണ്, ഞാൻ പ്രവർത്തിക്കുന്നതും ഇന്ന് ഈ നിമിഷം വരെ സത്യമാണ്.